Hello, hi dear friends. ഞാൻ ഇന്ന് കുറച്ച് പച്ചമാങ്ങയും നാരങ്ങയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണെന്ന് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു ആവശ്യമാണ്. കുറച്ച് അച്ചാറുകൾ കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അച്ചാറ് ശരിക്കും കാണിച്ചത് ഓണം സീരീസിലാണ്. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, അത് നമ്മളുടെ സദ്യക്ക് വേണ്ട അച്ചാറുകളാണ്. പക്ഷേ അല്ലാതെ ഈസി ആയിട്ടുണ്ടാക്കുന്ന അച്ചാറുകൾ ധാരാളമുണ്ട്. മറ്റത് ഈസി അല്ല എന്നല്ല. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അച്ചാർ കഴിക്കാൻ പാടില്ല എന്ന് ചില രോഗം വരുമ്പോൾ ആൾക്കാർ പറയും അല്ലേ, ഡോക്ടേഴ്സ് പറയും നിങ്ങൾ അച്ചാർ അധികം കഴിക്കേണ്ട, പ്രഷറുള്ളവർ കഴിക്കേണ്ട അധികം. കാരണം എന്താ, അതിൽ ധാരാളമായിട്ട് ഉപ്പടങ്ങുന്നു. പിന്നെ അതുപോലെ ഓയിലിൻ്റെ കണ്ടന്റ്, പിന്നെ ഓയിൽ കൂടിയത് കൊണ്ടും ഒരുപാട് പേര് അച്ചാർ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് അച്ചാർ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നല്ലതല്ലേ? അപ്പോൾ എണ്ണയില്ലാതൊരു അച്ചാറാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ, പക്ഷേ ഓയിൽ വേണ്ട. ഓയിലില്ലാതെ നമുക്ക് അച്ചാർ ഉണ്ടാക്കണമല്ലോ അല്ലേ? അപ്പോൾ എണ്ണയില്ലാത്തൊരു അച്ചാർ നാരങ്ങ ഉണ്ടാകാം. അപ്പോൾ ആദ്യം ഞാൻ നാരങ്ങ കട്ട് ചെയ്ത് വെക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ അച്ചാർ ആദ്യം ഉണ്ടാക്കാം. അതായത് എൻ്റെ ഗ്രാമത്തിലേക്കൊരു യാത്ര എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വ്ളോഗ് ചെയ്തിരുന്നു ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ തുടക്കകാലത്ത്. അതിൽ ഞാൻ എൻ്റെ തറവാട് വീട്ടിലും ഒക്കെ പോയിരുന്നു. അപ്പോൾ എൻ്റെ കുറേ നൊസ്റ്റാൾജിക് ഓർമ്മകളിൽ എൻ്റെ മുത്തശ്ശിയുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഉറിയിൽ കുറേ കറികൾ സൂക്ഷിക്കുന്ന ഇടപാടുണ്ടായിരുന്നു. അത് അന്നെന്നുള്ള കറികളല്ല, പക്ഷേ വച്ചിരുന്നാൽ സൂക്ഷിച്ച് വെച്ചാൽ ടേസ്റ്റുള്ള കിച്ചടിയും പച്ചടിയും അങ്ങനെ പുളിശ്ശേരി പോലുള്ള കാര്യങ്ങൾ. ആ കൂട്ടത്തിലൊരു പ്രധാന കാര്യമായിരുന്നു അവിടുത്തെ അച്ചാർ. അത് ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. പച്ചമാങ്ങ കൊണ്ടുള്ള കുറച്ച് തൈരൊക്കെ ചേർത്ത് ചെയ്യുന്നൊരു അച്ചാർ, വറ്റൽമുളകൊക്കെ പച്ചയ്ക്ക് അരച്ചിട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ അത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അന്ന് തൊട്ട് ചോദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തും നമ്മുടെ എന്താ പറയുക, സബ്സ്ക്രൈബേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ആവശ്യം ഉണ്ടായിട്ടുണ്ട്. ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് ആദ്യം കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മാങ്ങ ഒന്ന് ചെത്തി ഇച്ചിരി ഉപ്പ് പുരട്ടി വെക്കണം. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് ചെയ്യാം. ഒരു ഭരണിയോ പാത്രമോ എന്താണെങ്കിലും, സ്റ്റീലും വേണ്ട പ്ലാസ്റ്റിക്കും വേണ്ട, ഗ്ലാസ് പാത്രം അല്ലെങ്കിൽ നമ്മുടെ മൺപാത്രങ്ങൾ അങ്ങനെ എന്തെങ്കിലും, ഭരണി പോലെ ഇച്ചിരി ഉപ്പും കൂടി തിരുമ്മി ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വെച്ചേക്കാം. അതാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത്, ഒരു ഫുൾ ഡേ. അപ്പോൾ നാളെ അച്ചാർ ഇന്ന് ഇട്ടിട്ട് നാളെ അച്ചാർ ഉണ്ടാക്കിയാൽ മതി എന്ന് വയ്ക്കണം. ഉപ്പ് ആവശ്യാനുസരണം ഇട്ടിട്ട്, ഉപ്പിലിട്ടെന്ന് പറഞ്ഞാൽ ഉപ്പ് വേണമല്ലോ. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഇതിൽ നിന്നും ഉപ്പൊക്കെ ലൂസായി ഈർപ്പം ഇങ്ങനെ ഊറി വരും. അതായത് മാങ്ങയിലൊക്കെ പിടിച്ചു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആക്കിയിട്ട് പാത്രം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് വെച്ചിരിക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ അത് നല്ലതായിട്ട് ഉപ്പൊക്കെ പിടിച്ച് അതിൽ നിന്നും വെള്ളമൊക്കെ ഊറി വന്നിട്ട് റെഡി ആയിരിക്കും. ഉപ്പൊക്കെ ഇങ്ങനെ അലിഞ്ഞ്, അതാണ് വേണ്ടത്. ഞാനിപ്പോൾ അത്രയും സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട് വെച്ചിരുന്നില്ല, അതുകൊണ്ട് അങ്ങനെ കാണിച്ചിരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്യണം. അച്ചാർ ഇന്നാണ് ഇടുന്നതെങ്കിൽ തലേ ദിവസം ഇന്നലെ തന്നെ അങ്ങനെ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇതോടെ ഇരിക്കട്ടെ. തൽക്കാലം നമ്മൾ കുറച്ച് സമയത്തേക്കെങ്കിലും വെക്കാമല്ലോ, അത് ഞാൻ നേരത്തെ തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഓയിൽ ഫ്രീ നാരങ്ങ അച്ചാർ ചെയ്താലോ? അപ്പോൾ അതിന് ശരിക്കും 1 2 3 4 5 6 8 നാരങ്ങയാണ് വേണ്ടത്. അപ്പോൾ ഓരോ നാരങ്ങയും 8ആയിട്ട് മുറിക്കണം. ഇത് നോക്കിക്കോളൂ. നമ്മൾ സാധാരണ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ആദ്യം 2ആയിട്ട് ഇങ്ങനെ മുറിക്കാം. ഓക്കെ, എന്നിട്ട് ഒരു സൈഡ് ഇങ്ങനെ, ഇപ്പം 4ആയല്ലോ, ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ 4ആക്കുക. അപ്പോൾ എത്രയായി? 8 പീസസ് കണ്ടല്ലോ. ഇങ്ങനെ 8ആയിട്ട് മുറിച്ചെടുക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയട്ടെ. നമ്മളതിന് കഴിഞ്ഞല്ലോ. ഇനി ഇതിലേക്ക് നാരങ്ങ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങയും ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. ഓക്കെ, ഇത്രയും 1/2 ടീസ്പൂൺ തന്നെ വേണം. ഓക്കെ, കായപ്പൊടിയും പിന്നെന്താ ആവശ്യത്തിനുള്ള ഉപ്പ്, അച്ചാറിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. നാരങ്ങ, ഉപ്പ്, കായപ്പൊടി, വെള്ളം, എന്നിട്ട് ഒന്ന് വേവിക്കണം. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ അച്ചാറിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി, ഏതാണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വട്ടത്തിന് അരിഞ്ഞത് വേണം. പിന്നെ 2 പച്ചമുളകും ഇതുപോലെ തന്നെ വട്ടത്തിന് അരിയാം. അപ്പോൾ ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇത് നോക്കിക്കോളൂ, തല വന്നു തുടങ്ങി. അങ്ങനെ നാരങ്ങയുടെ പീസസ് ഇങ്ങനെ വെന്ത് തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കണം. ഇനി ഇതെല്ലാം കൂടി കിടന്നിട്ടൊന്ന് വേകണം. അതിനൊരു വീണ്ടും ഒരു 5 മിനിറ്റ്സ് കൊടുക്കാം. ഇനി ഇഞ്ചി ചേർക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകാം. നോക്കിക്കോളാം. ഇപ്പോൾ ഈ കാണുന്നത് വെള്ളം മാത്രമല്ല, നാരങ്ങയുടെ നീരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പ്, നമ്മൾ ഉപ്പൊക്കെ ചേർത്തില്ല, അതൊക്കെ ലൂസായി.
ഇനി ഇതിൽ തീ ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് 2 ടീസ്പൂൺ പിരിയൻ മുളകിൻ്റെ പൊടി. ഇത് നമ്മൾ വറുത്തല്ല ചേർക്കുന്നത്, പച്ചപ്പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇനി തീ ഓഫ് ചെയ്യാം. അച്ചാർ റെഡി. ഇത് ടേസ്റ്റ് നോക്കല്ലേ. നല്ല പുളി, ഉപ്പ്, എരിവ്, ബാലൻസിങ് എല്ലാം ഉണ്ട്. ഒരല്പം കയ്പും കൂടെ തോന്നും, പക്ഷെ അത് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ. പക്ഷേ ഇത് 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ കയ്പൊന്നും ഉണ്ടാകില്ല, കയ്പെല്ലാം പോകും. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രേ ഉള്ളൂ. പക്ഷേ ഇത് ഉണ്ടാക്കിയ ഉടനെ കഴിക്കണ്ട, ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കണ്ട. 2 ഡേയ്സ്, 2 ദിവസം ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് ഭരണിയിലോ കുപ്പിയിലോ ആക്കി വെക്കാം. പ്ലാസ്റ്റിക്കിലൊന്നും വെക്കരുത്. കണ്ണാടി കുപ്പിയിലോ ചില്ല് കുപ്പി അല്ലെങ്കിൽ ഭരണി പോലെയുള്ള കാര്യം. അത് ഇതുപോലത്തെ ഭരണിയൊക്കെ കറക്റ്റായിരിക്കും. ഇതിൽ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു 2 ഡേയ്സ് കൊണ്ട് നന്നായിട്ട് ആ മുളകൊക്കെ ഇതിൽ പിടിച്ച്, നാരങ്ങ ഏതാണ്ട് പകുതി മുക്കാൽ വെന്തിരിക്കുവാണ്. എങ്കിലും അതിൻ്റെ തോടൊക്കെ കുറച്ച് കട്ടിയുണ്ടല്ലോ, അതിലെല്ലാം ഇങ്ങനെ പിടിച്ച് ഉപ്പൊക്കെ എല്ലായിടത്തും ഒരുപോലെയായി. പിന്നെ ഈ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ നന്നായിട്ടൊന്ന് സെറ്റായി ഇതിൻ്റെ കൂടെ ചേരും. അപ്പോൾ എല്ലാത്തിൻ്റെയും രുചി കയറി വരും. അപ്പോൾ ഇതിൽ കായപ്പൊടിയും ചേർത്തിട്ടുണ്ട്, ഉലുവാപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഇഞ്ചിയും ഞാൻ ചേർത്തിട്ടില്ല. ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പിന്നെ ഇതിൽ താളിക്കൽ പരിപാടിയൊന്നുമില്ല. ഇത് പച്ച നാരങ്ങ ഉപ്പിലിട്ടതാണ്. അതായത് നാരങ്ങ പച്ചയ്ക്ക് ഉപ്പിലിട്ടതെന്ന് പറയാൻ വേണമെങ്കിൽ. ഇത് നമ്മൾ ഈ ചെറിയ ചെറിയ മുറുക്കാങ്കടകളിൽ, പ്രത്യേകിച്ച് നാട്ടുംപുറം പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ ചെറിയ, ഇപ്പോൾ പാക്കറ്റ്സിലും വയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വാഴയില, ഉണങ്ങിയ വാഴയിലയിൽ പൊതിഞ്ഞ് ഒരു അച്ചാർ കിട്ടും. നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാറൊക്കെ. അതൊക്കെ എന്താ ടേസ്റ്റ് എന്ന് അറിയോ? എൻ്റെ ദൈവം, അതുപോലത്തെ ഒരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഒരു മുറുക്കാങ്കര കിട്ടുന്ന പൊതി നാരങ്ങ അച്ചാർ എന്ന് തന്നെ പറയാം. ആ സ്റ്റൈലായിരിക്കും. ചെയ്ത് നോക്കൂ, ഇഷ്ടമാവും. ഒരു 2 ഡേയ്സ് ടൈം കൊടുക്കണം ഉണ്ടാക്കി വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിക്കാവുള്ളൂ. ഓക്കെ. ഇനി നമ്മളുടെ മാങ്ങ ഒരു ദിവസം മുന്നേ നമ്മൾ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിരിക്കുമല്ലോ. അതിങ്ങനെ ഉപ്പൊക്കെ പിടിച്ചിങ്ങനെ ഇരിക്കും. ഇതിപ്പോൾ അത്ര സമയം വെച്ചിട്ടില്ല, ഒരു ദിവസം അല്ലെങ്കിൽ ഇപ്പോൾ വെച്ചല്ലേ ഉള്ളൂ. എങ്കിലും നമുക്കൊന്ന് നോക്കാം. കുറച്ചൊന്ന് വാരിയത് പോലെ ആയില്ലേ? ഉപ്പെല്ലാം അലിഞ്ഞ് മാങ്ങയിലിങ്ങനെ പിടിച്ചു തുടങ്ങി. ഇനി ഇതിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യാം. ഇതൊരു അച്ചാറാക്കി എടുക്കാം. പച്ചമാങ്ങ ആഹാ, ഉപ്പ് പിടിച്ചു കേട്ടോ. സത്യം പറഞ്ഞാൽ എന്തോ ടേസ്റ്റ് അറിയാം. ഇങ്ങനെ വെറുതെ ഉപ്പിട്ട് വെച്ചിട്ട് കഴിക്കാൻ, അയ്യോ എന്താ ടേസ്റ്റ്. ഇനി ഇതിന് വേണ്ടത്, ഇത് ഒരു പച്ച മസാല അരച്ച മാങ്ങാക്കറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു നൊസ്റ്റാൾജിക് മാങ്ങാക്കറിയാണ് എനിക്ക്, ഞങ്ങളുടെ നാട്ടുമ്പുറത്തെ മാങ്ങാക്കറി. അപ്പോൾ ഒരു 25 വറ്റൽ മുളക് ഞാനിങ്ങനെ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിരുന്നു. ഒരു 3-4 മണിക്കൂർ മുന്നേ എടുത്ത് വെള്ളത്തിൽ ഇടുക, കുതിർന്നിരിക്കും. 25 എണ്ണം ഉണ്ട്. ഇതിങ്ങനെ അതിൻ്റെ ഞെട്ടെല്ലാം മാറ്റിയിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് പച്ചയ്ക്ക് അരച്ചാണ്, അരച്ച മസാലയാണ് കേട്ടോ, പൊടിയല്ല ഉപയോഗിക്കുന്നത്. ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. പണ്ടൊക്കെ അമ്മിക്കല്ലിലൊക്കെ വെച്ചാണ് നാട്ടിൻപുറങ്ങളിലൊക്കെ അരച്ചിരുന്നത്. ഇവിടെ ഇപ്പോഴും വേണമെങ്കിലും ചെയ്യാം. നല്ല കുതിർന്നിരിക്കുന്നുണ്ട്, അരയ്ക്കാൻ എളുപ്പമാണ്. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചെറിയ കാര്യം, 1 ടീസ്പൂൺ കടുക്. 1 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാൽ മതി, അരയരുത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. 1 ടീസ്പൂൺ നിറച്ചെടുക്കുക. അതൊന്ന് പിളർന്നാൽ മാത്രം മതി. പരിപ്പ് കണ്ട് തുടങ്ങി പിളർന്ന് ഒരു വൈറ്റ് കളറിലെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് കുറച്ച് ക്രഷ്ടായി നിർത്തും. അപ്പോൾ മാങ്ങ റെഡി, അരപ്പ് റെഡി. ഇതിനൊരു പ്രത്യേകതയാണ് താളിക്കൽ എന്ന് പറഞ്ഞാൽ. നല്ലെണ്ണ വേണമെന്ന് നിർബന്ധമില്ല, വെളിച്ചെണ്ണയിലും താളിക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് താളിക്കാൻ പോണേ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില പ്ലസ് ചെറിയ ഉള്ളി, അതാണ് അതിൻ്റെ സ്വാദ്. ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഖനം കുറച്ച് നീളത്തിനല്ല, റൗണ്ട് പീസസ് ആയിട്ട് ഉള്ളിയെ മുറിക്കാൻ പോകണം. ഇത് ഇച്ചിരി വലിയ ഉള്ളിയായിരുന്നു, കുറച്ച് കൂടുതലുണ്ട്. 2 ഉള്ളി മതി. 2 ചെറുതാണെങ്കിൽ 3 എണ്ണം ആകാം. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എണ്ണ. ഇപ്പം നല്ലെണ്ണ ഓർ വെളിച്ചെണ്ണ. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, നല്ലെണ്ണ നിർബന്ധമില്ല. സാധാരണ അച്ചാറിന് എപ്പോഴും നമ്മൾ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, ഇതല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കടുക് ഇടുമ്പോൾ കുറച്ചിട്ടാൽ മതി. കാര്യം നമ്മൾ കടുക് അരച്ചൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അരച്ചല്ല, നമ്മൾ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് കടുക്. അത് കാരണം അതിനെ കുറച്ച് ലിമിറ്റ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക്, ലാസ്റ്റ് പാർട്ട് വറ്റൽമുളകും കറിവേപ്പിലയും.
മണം വന്നു തുടങ്ങി. മുരിഞ്ഞതൊക്കെ മതി. ഇനി ഈ ഭാഗം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ്. ഇടയ്ക്കിടയ്ക്കൊരു വൈറ്റ് പോലെ കാണുന്നില്ലേ, അതാണ് നമ്മൾ കടുക് ഇതിൻ്റെ കൂടെ ചേർത്ത് ചതച്ചില്ലേ, ആ ഭാഗമാണ്. അപ്പോൾ അരപ്പൊന്ന് നന്നായിട്ട് തിളച്ച് ആ പച്ചച്ചുവയൊക്കെ മാറണം. ചെറിയ ഇതിലിടാം. ഇനി തലേ ദിവസമാണ് നമ്മൾ മാങ്ങ വെള്ളം ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും അതിൻ്റെ ചാറ് ഊറുമല്ലോ, ആ ചാറും കൂടി, അതാണ് അതിൻ്റെ ഉപ്പ് രസം ഉണ്ടെങ്കിൽ ആ ചാറും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ കുറച്ച് ഊറി വന്നിട്ടുണ്ട്, അത് നമുക്ക് ചേർക്കാം. ഇപ്പോൾ തലേ ദിവസമാണെങ്കിൽ കുറച്ച് കൂടുതൽ കാണും. അതായത് മാങ്ങയുടെയും ഉപ്പിൻ്റെയും കൂടി ഉള്ളൊരു അതിൻ്റെ ചാറാണ്. കഷ്ണമൊന്നും വീഴരുത്, കെയർഫുള്ളായിരിക്കണം. കഷ്ണം വെന്ത് പോകും വീണാൽ, അത് പാടില്ല. ഒന്നും എക്സ്ട്രാ ഉപ്പൊന്നും ഇതിൽ ചേർക്കേണ്ട കാര്യം. അരപ്പിൽ ഇഷ്ടം പോലെ നമ്മുടെ മാങ്ങയിൽ ഉപ്പുണ്ട് അതിനകത്ത്. അപ്പം സാധാരണ ഊറി വരുന്ന ആ ഉപ്പിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഉണ്ടെങ്കിൽ. അത് തലേദിവസം തന്നെ ഇങ്ങനെ ഉപ്പിട്ട് വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന് വേണ്ടിയും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചുവ മാറട്ടെ. അങ്ങനെ നമ്മുടെ ഈ പച്ച അരപ്പാണ്. കാര്യം പച്ചക്ക് നമ്മൾ വറ്റൽമുളക് അരച്ച് ചേർത്താണ്, അതുകൊണ്ട് തന്നെ പച്ചച്ചുവ നല്ലോണം ഉണ്ടാവും. അത് മാറണം. അപ്പോൾ ചെറിയ ഇതിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം ഞാൻ അരയ്ക്കാനും കൂടി ചേർത്താണെങ്കിൽ 1 കപ്പിൽ കൂടുതൽ ചേർത്തു. അരച്ച് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചാറൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുതലും കുറവൊക്കെ ആകാം. പിന്നെ ഈ 1/4 കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഇനി ഉപ്പുവെള്ളം, നമ്മുടെ മാങ്ങയിൽ നിന്ന് ഊറിയ ഉപ്പുവെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളമാണ് വെള്ളത്തിൻ്റെ അളവിലായി കണക്കാക്കേണ്ടത്. അപ്പോൾ വേറെ ഫ്രഷ് വാട്ടർ ഒഴിക്കുന്നതിന് മുമ്പ് ആ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അതൊരു 1/4 കപ്പ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ അത് അരയാണെങ്കിൽ ബാക്കി എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. ഇത് നോക്കിക്കേ, തിള വന്നു തുടങ്ങി. ചെറിയ രീതിയിൽ ഒരു 2-3 മിനിറ്റും കൂടി ഇട്ടേക്കാം. കംപ്ലീറ്റ് അരപ്പിൻ്റെ പച്ചച്ചുവ മാറും. എണ്ണ ഒരുപാടൊന്നും ഒഴിച്ചിട്ടില്ല, അത് കാരണമാണ് ഇങ്ങനെ ഇങ്ങനെ എണ്ണ പൊങ്ങി കിടക്കുന്നൊന്നുമില്ല. ആവശ്യത്തിന് മാത്രം, ഒരു 1.5 ടേബിൾ സ്പൂണിൽ കൂടുതലില്ല. അപ്പോൾ അരപ്പിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിഞ്ഞ് ഓഫ് ചെയ്യട്ടെ. യെസ്. ഇനി ഒരു കാര്യമുണ്ട്, ഇപ്പം ഈ ചൂടോടുകൂടി മാങ്ങ എടുത്തിടരുത്. മാങ്ങ വെന്തുവും കൊള്ളാതെ ആകും, ഒട്ടും കൊള്ളില്ലാണ്ടാകും. അപ്പോൾ വെയിറ്റ് ചെയ്യാം അരപ്പൊന്ന് തണുക്കാനായിട്ട്. അപ്പോൾ വെയിറ്റിംഗ് ടൈം. തണുത്തിട്ട് ഈ മാങ്ങയും ഈ അരപ്പും കൂടി യോജിപ്പിക്കും. അങ്ങനെ അരപ്പ് നന്നായിട്ട് തണുത്തു. ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളുടെ മാങ്ങയുടെ കഷ്ണങ്ങൾ, ഉപ്പെല്ലാം പിടിച്ചിരിക്കുന്ന മാംഗോ പീസസ് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. എത്രത്തോളം ചാറ് വേണോ അതനുസരിച്ചിട്ട് വെള്ളം ചേർക്കാം. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ചാറുണ്ട്. ഇനി ഒരു കാര്യം കൂടി, ഇതാണ് ഈ ഒരു എൻ്റെ നൊസ്റ്റാൾജിക് മാങ്ങാക്കറിയുടെ, എൻ്റെ തറവാട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സ്പെഷ്യൽ മാങ്ങാക്കറിയുടെ ടേസ്റ്റ് വരുന്നതിൻ്റെ പ്രധാന കാര്യം. ഇങ്ങനെ ചെയ്തിട്ട് ഒരല്പം തൈര്, അധികം പുളിയില്ലാത്ത തൈര്, ഇതിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഉടയ്ക്കാം. ഒരല്പം ഉപ്പും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ തൈര് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. കളറും കുറച്ചുകൂടി ഒന്ന് ലൈറ്ററാകും, ചെറിയൊരു ഓറഞ്ച് കളറിലേക്ക് മാറും. അത് ഇങ്ങനെ ഇത്രയും ചാറോടുകൂടി ഇരിക്കണം. ഇനി ഇത് ഇരിക്കുന്നതോറും സ്വാദ് കൂടുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ദിവസമൊന്നും ഇപ്പോഴത്തെ കാലത്ത് പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കാം. പണ്ടൊക്കെ ആണെങ്കിൽ ഉറിയിൽ സൂക്ഷിച്ചാൽ കേടാകാണ്ടിരിക്കും. ടേസ്റ്റ് നോക്കിയാലോ. ടേസ്റ്റ് ഇച്ചിരി ഉപ്പും കൂടെ ആവല്ലേ. എനിക്ക് എത്ര ഉപ്പിട്ടാലും മതിയാവില്ല. ഇരിക്കുന്നവരുമാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. ആ അരപ്പെല്ലാം ഇങ്ങനെ പിടിക്കണ്ടേ, ഇതിലൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ആഹാ, ഇത് മാത്രം മതി ചോറിന്. പഴങ്കഞ്ഞി, കഞ്ഞി, ആഹാ എല്ലാം എന്താ കോമ്പിനേഷൻ. ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ തൈരാണ് ഒഴിച്ചത്. പക്ഷേ 4 ടേബിൾ സ്പൂൺ വരെ ആകാമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചും അധികം പുളിയില്ലാത്ത തൈരല്ല. പുളിയുള്ള തൈരാണെങ്കിൽ 2 കൂടുതൽ ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഇച്ചിരി കൂടെ ചേർക്കുന്നു. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ലൊരു ഓറഞ്ച് കളറിലെ അച്ചാർ പാത്രത്തിലേക്ക് മാറ്റാൻ പോകുന്നു. തൽക്കാലം ഈ പാത്രത്തിലേക്ക് മാറ്റി കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുപ്പിയിലാക്കി വയ്ക്കാം. നിങ്ങൾ ചെയ്യുമ്പോഴും കുപ്പിയിലാക്കി വയ്ക്കണം.
അങ്ങനെ ആകെ മൊത്തം ഒരു അച്ചാർ ടേസ്റ്റിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ആ ഒരു ടേസ്റ്റാണ് ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് ബഡ്സിന്. ഞാനിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഒരു കുഞ്ഞു ഭരണിയിൽ ആക്കി വെച്ചിരിക്കും. പിന്നെ ഇത് മതി നമുക്ക് ചോറുണ്ടാകും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് എൻ്റെ നൊസ്റ്റാൾജിക് ഐറ്റമാണ് രണ്ടും സത്യം പറഞ്ഞാൽ. അപ്പോൾ ഓയിൽ ഫ്രീ അച്ചാർ മനസ്സിലായല്ലോ, താളിക്കലൊന്നുമില്ല നാരങ്ങയ്ക്ക്. സന്തോഷം. അപ്പോൾ ഇത്ര നേരം ക്ഷമയോടുകൂടി കണ്ടിരുന്നതിൽ. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട 2 ഐറ്റം തന്നെയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ ഫീഡ്ബാക്സ് തരാം. Okay, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ് ആൻഡ് സ്റ്റേ സേഫ്.